ഹലോ, ലെറ്റ്സ് മേക്ക് സ്പിനച്ച് ചീസ് കോൺ ഫില്ലിംഗ്. അതിന് വേണ്ടത് വേവിച്ച കോൺ, ചീസ് വേണം, ബട്ടർ വേണം, ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സ്പിനച്ച് വേണം, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, പാൽ. ഇതൊക്കെയാണ് മെയിൻലി വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ വെക്കാം. അതിൽ കുറച്ച് ബട്ടർ ഇടാം. കുറച്ച് ബട്ടർ ഇൻ ദ സെൻസ് ഒരു ഇതിൽ കാണുന്ന പോലെ ഒരു അത്ര ക്വാണ്ടിറ്റി. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കാം. അത് ഒന്ന് നല്ലോണം മെൽറ്റായി വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഗാർലിക് ഇടണം. ഒരു 4 to 5 ഗാർലിക്, ഒരു ഗാർലിക്കിൻ്റെ അല്ലിയില്ലേ അത്. പിന്നെ അത് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് പെപ്പർ പൗഡർ ഇടാം. ഇപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇടാം. അത് നന്നായിട്ട് ഇളക്കിയ ശേഷം കോൺ ഇടണം അതിലോട്ട്. ഇത് വേവിച്ച് വെച്ച കോണാണ്. ഞാൻ കോൺ വേവിക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണാം. പിന്നെ അത് നല്ലോണം ഇളക്കിയ ശേഷം ഇത് പച്ചക്കോണയും യൂസ് ചെയ്യാം. പച്ചക്കോൺ നമുക്ക് വേവിച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അമേരിക്കൻ സ്വീറ്റ് കോൺ ഫ്രോസൺ അതാണെങ്കിലും വേവിച്ചിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം സ്പിനച്ച് ഇടണം. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് ഗ്രീൻ അമറാന്തസാണ്, പച്ചച്ചീരയാണ്. നല്ലോണം ഇളക്കി കുറേ നേരം ഇളക്കി അത് കുറച്ച് അടച്ചൊക്കെ വെച്ച് വരുമ്പോൾ അത് നല്ലോണം ചുരുങ്ങും, അത് നല്ലോണം വേവും. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിക്കുക അതിലോട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് കുറച്ച് നേരം എടുക്കും, അത് ഒന്ന് വറ്റിയത് കുറുകി വരാൻ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ചീസ് ഇടാം. ഞാനിവിടെ 2 സ്ലൈസ് ഓഫ് ചീസാണ് വെക്കണേ, അതെടുത്തേക്കണേ. അതും അതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള ഈ പൊടികൾ, ഉപ്പ് അതെല്ലാം ആഡ് ചെയ്യാം. സോ അത് നന്നായിട്ട് ഇളക്കിയ ശേഷം അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം അതിലോട്ട് ഉപ്പ് പൊടി ഇടാം. ഉപ്പ് ആവശ്യമനുസരിച്ച് എത്രയാണോ അത് ആവശ്യമനുസരിച്ച് ഉപ്പ്, നമുക്കതൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് അതിലോട്ട് ഉപ്പ് ഇടാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഇടാം. ഒരു 1/2 സ്പൂൺ ഉപ്പിടാം. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ഇടാം. ചില്ലി ഫ്ലേക്സും അതിന് ഒരു ടേസ്റ്റ് എൻഹാൻസറാണ്, അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇടാം. പിന്നെ അതിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ പെപ്പർ പൗഡർ ഇടാം. ഞാനതിൽ കുറച്ച് എരിവിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് അതിൽ കുറച്ചുകൂടെ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അത് ആ പാലൊക്കെ ഒന്ന് വറ്റണം. സോ എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അത് നല്ലോണം ഇളക്കി പാല് വറ്റാറാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി സ്പിനച്ച് ചീസ് കോൺ ഫില്ലിംഗ് റെഡിയായി. അത് നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് അങ്ങനെ തന്നെ തിന്നാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് സാൻഡ്വിച്ചിൽ വെക്കാനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, മോമോസ് ഉണ്ടാക്കി അങ്ങനെയും യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ മാഗിയിൽ മിക്സ് ചെയ്യാം, പാസ്തയിൽ മിക്സ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇറ്റ്സ് വെരി ടേസ്റ്റി. ട്രൈ ദിസ് ഔട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു എൻജോയ്.